എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ തുമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. അതും തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രീതിക്ക് കുഴച്ച് നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ രീതിക്ക് കുഴച്ചിട്ട് അതേ മാവിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പൊറോട്ട ഉണ്ടാക്കുന്നത്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൊറോട്ടയാണ്. നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു പൊറോട്ടയുടെ ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. ആദ്യം തന്നെ ഞാൻ മാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി എടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് പൊടി എടുത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി മാവിന് അങ്ങനെയാണല്ലോ അല്ലേ കുഴയ്ക്കാറുള്ളത്. ചിലർ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കും, ചിലർ പച്ചവെള്ളത്തിൽ കുഴയ്ക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേ രീതിക്ക് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും കുഴച്ച് ഏകദേശം ഈ പരുവാകുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വീണ്ടും അതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. അതങ്ങോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ പൊറോട്ട മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതിനൊരു കറി കൂടെ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കറി വെക്കുന്ന നേരം അതൊന്ന് റെസ്റ്റ് ചെയ്തോട്ടേ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ സാൾനയാണ് ഉണ്ടാക്കുന്നത്. മുട്ട വെച്ചിട്ടുള്ള സാൾനയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ വലിയ ഉള്ളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം മതിയാകും. പിന്നെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ മുട്ടസാലന ചെയ്യുന്നത് നമ്മൾ കുക്കറിലാണ്. കുക്കറിലല്ലാണ്ട് നമുക്ക് മുട്ടസാലന ചെയ്യാം കേട്ടോ. മുട്ടസാലന കുക്കറിൽ ചെയ്യുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ടേസ്റ്റും ആ ഒരു ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം. വാടി വന്നതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വതക്കി നമ്മളിതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, 1 സ്പൂൺ നമ്മുടെ ഗരം മസാല. ഇതെല്ലാം നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 2 തക്കാളി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളി ഇതിൽ കിടന്നിട്ട് നല്ലപോലെ തന്നെ വഴണ്ട് വരണം കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ അടിപ്പിടിക്കുകയാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതവിടെ റെഡിയായി വരുന്ന നേരം ഇതിലേക്കുള്ള കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കുക. 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നമ്മുടെ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ തന്നെ നമുക്കത് അരച്ചിട്ട് വരാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി, ഉള്ളി എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അങ്ങനെ വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വഴറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തക്കാളി ചേർത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഉപ്പ് ചേർക്കുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് തന്നെ തക്കാളിയിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞു പിടി മല്ലിത്തലയും പുതിനയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ നമ്മുടെ സാലനയ്ക്ക് ഇത് ചേർക്കുന്ന സമയത്ത്. അതുകൂടെ ചേർത്ത് അതിലേക്ക് നമ്മൾ അരച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങാ പേസ്റ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങ, കാഷ്യൂനട്ട്, പൊട്ടുകടല ഇതെല്ലാം ചേർത്ത അവസ്ഥയ്ക്ക് നമ്മുടെ കൂട്ടാൻ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ കട്ടിയാകും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് ലൂസാക്കി എടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഞാനൊരു ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ചെയ്തിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്നതോറും ഇതിലേക്ക് കട്ടി കൂടി വരും. അതുകൊണ്ടാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ വെള്ളം വേണം തോന്നിയ കാരണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ്
നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇത്ര നേരം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും തക്കാളി വഴറ്റുമ്പോഴും കുറേശ്ശെ ഉപ്പ് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തു. അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം റെഡിയാണ്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്നതിലേക്ക് നമ്മൾ മുട്ട ഓരോന്നായിട്ട് ഉടച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര മുട്ട വേണോ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചതിന് ശേഷം 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അതവിടെ റെഡിയായി വരുന്ന നേരം ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇനി ഇതിന് ശേഷമാണ് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടുക്കളയിൽ അരപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ നേരാക്കിയതിൻ്റെ വേസ്റ്റ് അതെല്ലാം ഒന്ന് മാറ്റി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മളിനി നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് വേഗം തന്നെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചപ്പാത്തി മാവെടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് ഉരുള പിടിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ ഉരുളയാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുന്നത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാം ഉരുളയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാനുള്ളത്, അതായത് ചുട്ടെടുക്കാനുള്ളത് കല്ലൊന്ന് ചൂടാക്കി വയ്ക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് നമ്മളിത് പരത്തി അടിച്ച് പിന്നെ എണ്ണ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അങ്ങനെയുള്ള ഒരു കാര്യമേ നമ്മുടെ ഈ ഗോതമ്പ് പൊറോട്ടയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ ഈ മെത്തേഡ് കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കും കേട്ടോ. ഒരിക്കലും അങ്ങനെയില്ല. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു സാധനം തന്നെയാണ് നമ്മൾ ഈ ഗോതമ്പ് മാവിൽ, അതായത് നമ്മുടെ ചപ്പാത്തിയുടെ അതേ മെത്തേഡിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. പരത്തുന്നത് വരെ നമ്മുടെ ചപ്പാത്തിയുടെ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് പൊറോട്ടയാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് എണ്ണ ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യുമാണ് കേട്ടോ. അപ്പോൾ സാധാരണ വെളിച്ചെണ്ണ മാത്രമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ് എങ്ങനെ വേണമെന്ന്. അപ്പോൾ ഞാൻ ഒരു ഉരുളയെടുത്ത് നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയിൽ മുക്കിയതിന് ശേഷം സാധാരണ പരത്തും പോലെ നല്ലപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സാധാരണ പരത്തും പോലെ പരത്തിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും കൂടിയുള്ള ആ എണ്ണ കുറച്ച് നമ്മുടെ പരത്തിയിട്ടുള്ള ചപ്പാത്തിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും നമ്മുടെ എണ്ണ വരത്തക്ക വിധം നമ്മൾ കൈകൊണ്ട് കൂടിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണ എല്ലാ സൈഡും വേണം കേട്ടോ. എന്നാൽ അത് എന്താ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ഉള്ളൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ ഒരു സോഫ്റ്റും ടേസ്റ്റും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം കുറച്ച് പൊടി അങ്ങോട്ട് നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് ആ സൈഡും കടിക്കും, ഈ സൈഡ് അപ്പുറത്തേക്കായിട്ട് നമ്മളൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കുക കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈ വെക്കുന്നത് കാരണം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതൊന്ന് മാറ്റിയിട്ട് ആ സൈഡ് പോയി നിന്നിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇതുപോലെ ഒന്ന് ഷേപ്പിലൊന്ന് ആക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായി കട്ട് ചെയ്ത് വേർപെടുത്തരുത് കേട്ടോ. അതിൻ്റെ ബാക്ക് ഭാഗം ജോയിൻറ്റിൽ തന്നെ ഇതുപോലെ ഇരിക്കണം. ഫ്രണ്ട് ഭാഗം, അത് മേൽഭാഗം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിങ്ങനെ എതൾ പോലെ ഇരിക്കും കേട്ടോ. നമ്മളിങ്ങനെ മടക്കി വരുന്നത് കാരണം. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ പൊടി ഇതുപോലെ വിതറിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പൊടി ഇങ്ങനെ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. പരത്തുമ്പോൾ നമുക്ക് ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ അത് ഷേപ്പായിട്ട് വരും, ചിലപ്പോൾ ഷേപ്പായിട്ട് വരില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് പരത്തിക്കഴിഞ്ഞാൽ അത് നമുക്കതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കല്ല് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്.
ഞാൻ ഇതേ എണ്ണയില്ലേ അത് കുറച്ച് അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ ഇങ്ങനെ പിടിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ട് നമ്മുടെ പൊറോട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് പരത്തി എടുക്കുന്നത് വരെ നമ്മുടെ ചപ്പാത്തിയുടെ അതേ പ്രോസസ്സ് തന്നെ. അതിന് ശേഷം എണ്ണ തേച്ച് മടക്കി അതിനെ നമ്മൾ പൊറോട്ടയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിൽ മുട്ട ചേർക്കണം, പാല് ചേർക്കണം, 1 മണിക്കൂർ മുമ്പ് 2 മണിക്കൂർ മുമ്പ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം കുറേ എണ്ണ തേച്ച് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അതിന് ശേഷം അത് അടിച്ച് പരത്തണം, പിന്നെ നല്ലപോലെ അടിച്ചടിച്ചടിക്കണം. എങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് സാധാരണ ചപ്പാത്തി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക എന്ന് വിചാരിക്കും കേട്ടോ. ഒരിക്കലും അല്ല കേട്ടോ. നമ്മളിതിൽ എണ്ണ തേച്ചിട്ട് നമ്മൾ മടക്കി എടുത്തിട്ട് പിന്നെ അത് പരത്തി എടുക്കുമ്പോൾ അത് ശരിക്കും ആ ഒരു പൊറോട്ട ടേസ്റ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ആയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് 2 സൈഡും നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഇതുപോലെ അങ്ങനെ 2 സൈഡും ചുട്ടെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല പൊറോട്ട ആകൃതിയും ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ടേസ്റ്റ് ഒരുപാട് കൂട്ടുന്നത് നമ്മുടെ മുട്ടസാലന ഇതിലൊഴിച്ച് കഴിക്കുമ്പോഴും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പൊറോട്ട വേണമെന്ന് പറയുന്ന സമയത്ത് കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അരമണിക്കൂർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ശരിക്കും പറയുന്നത് നമ്മൾ കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ അരമണിക്കൂറിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്കിത് ഈ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിതിൻ്റെ കൂടെ ഒരു സാലന കൂടെ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ലെങ്ത്തായിട്ടും 10-15 മിനിറ്റ് ആയിട്ടും കാണുന്നത് കേട്ടോ. ശരിക്കും പറയണേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മുടെ മൈദ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും പണി ഇതിലില്ല കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ശരിക്കും കഴിക്കുന്ന സമയത്ത് നമ്മുടെ പൊറോട്ടയുടെ അതേ ടേസ്റ്റുമാണ് കേട്ടോ. ഒരുപാട് അടിച്ച് പരത്തി കഷ്ടപ്പെടാണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ 2ാം പ്രാവശ്യം ഒന്നുകൂടെ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കുഴയ്ക്കൽ, പരത്തൽ, നമ്മുടെ മാവിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം നമ്മുടെ ചപ്പാത്തി നമ്മൾ എത്രയൊക്കെ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഷേപ്പൊന്നും നോക്കരുത്. ഷേപ്പൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ടൊക്കെ ഇരിക്കും. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നമുക്ക് പൊറോട്ട കഴിക്കണം തോന്നുമ്പോൾ ഗോതമ്പ് മാവിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് തന്നെ കഴിക്കുന്നതും ഒരു സന്തോഷമാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഓരോരോ പൊറോട്ടയായിട്ട് ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ മൈദ പൊറോട്ട അടിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ ലെയർ വരുമല്ലോ, അത്രയ്ക്ക് ലെയറൊന്നും ഇതിൽ പ്രതീക്ഷിക്കരുത് കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്ത കാരണം ഒരു ഉടായ്പ പൊറോട്ട എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. ഈ ലെയറിലൊന്നുമല്ല കാര്യം, നമ്മൾ ആ കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റിലാണല്ലോ ശരിക്കും പറയുമ്പോൾ കാര്യം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ഈ പൊറോട്ടയിൽ ഈ ടെക്നിക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാലന കൂടെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പറയുന്നത് വെറുതെ അല്ല, കറക്റ്റ് ടേസ്റ്റ് കിട്ടും നമുക്ക് കേട്ടോ. ഇപ്പം നമ്മുടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ആകെപ്പാടെ ഒരു 10 പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊറോട്ടയൊക്കെ റെഡി ആയതിന് ശേഷമാണ് നമ്മുടെ കുക്കർ നമ്മൾ തുറക്കുന്നത് കേട്ടോ. നമ്മുടെ മുട്ട സാലനയും ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെയും നമുക്ക് ചേർക്കാം. അതിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മുട്ട ഇതുപോലെ ഉടച്ചൊഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ സാലന കുറച്ച് കട്ടി കൂടിപ്പോയി കേട്ടോ. പക്ഷേ കട്ടി കൂടിയാലും ടേസ്റ്റ് ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കുക കേട്ടോ. ഈ ടൈമിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമേ കുറച്ച് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സാലന റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് പിച്ചിയിട്ടിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ സാലനയിൽ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ സാലന നമ്മുടെ പൊറോട്ടയിലേക്ക് ഒഴിച്ച് ഒന്ന് കുതിർത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു പൊറോട്ട ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറോട്ടയൊക്കെ നമ്മൾ പിച്ചിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാലന കൂടെ
ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയായി പോയി, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ സാലനയ്ക്ക്. പക്ഷേ ടേസ്റ്റ് രണ്ടും ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാലനയും പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് കുതിർന്നത് തന്നെ എടുക്കാൻ പറഞ്ഞിട്ട് അതൊന്ന് തിരയണം കേട്ടോ. അതെടുത്ത് നമ്മുടെ മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ പൊറോട്ടയിൽ വെച്ചിട്ട് ഒരു കഷ്ണം കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊറോട്ടയും സാലനയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.